ഹലോ, എല്ലാവർക്കും നമസ്കാരം. സംഭവം ഞാനിപ്പോൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ സുലയും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. ആ സംഭവം ഞാൻ കുറച്ച് നാൾ വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയിച്ചാണ്. അത് ഞാൻ വ്ളോഗായിട്ട് ചെയ്തതല്ല. അത് ഞാൻ വീഡിയോ ചെയ്യാത്ത കാരണം എന്താണെന്ന് അറിയിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാളായി കേട്ടോ. രണ്ടുപേർക്കും ഇപ്പം അസുഖം നല്ല കുറവുണ്ട്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു വരും. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത ഒരു കന്നഡ മൂവിയിലേക്ക് നമുക്കൊരു ഫൈറ്റിൻ്റെ പ്രിവ്യൂ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അടുത്ത മാസം സിനിമയുടെ ഷൂട്ട് തുടങ്ങും. ഫൈറ്റിൻ്റെ നമ്മുടെ പോർഷൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഷൂട്ട് വന്നിട്ട് ഉടുപ്പിയിലാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ പോകുന്ന വഴി ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് സുലയും കുഞ്ഞിനെയും പോയി കാണണം. അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ എൻ്റെ കൂടെ നമ്മളെ ഡെക്കാൻ റെസ്ലിംഗിൽ ഉണ്ടായിരുന്ന കാളിയൻ ഉണ്ട്. പിന്നെ നമ്മുടെ ടീമിലുള്ള എന്നാണ് അനീഷ് ബ്രോ ഉണ്ട്. പിന്നെ ഒരാൾ വരുന്നത് എറണാകുളത്ത് നിന്നാണ്, നമ്മുടെ ബഡി ബ്രോയാണ്. ബഡി ബ്രോ എറണാകുളത്ത് നിന്ന് കയറും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ 3 പേരാണ് കേട്ടോ, 3 പേര്. ബാക്കി സാജിറും ടീമും ഒക്കെ അവിടെയുണ്ട്, മാസ്റ്റർ എല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്ത് പോവാണ്. ട്രിവാൻഡ്രത്ത് പോയി കുഞ്ഞിനെയും സുലയും കണ്ട് അവിടെ നിന്ന് അവരടുത്ത് യാത്രയും പറഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് രാത്രിയുള്ള ട്രെയിനിൽ ഉടുപ്പിക്ക് പോവുകയാണ് കേട്ടോ. അമ്മമ്മ ഫോട്ടോ ഇട്ടാ? ഫോട്ടോ വരേ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് എടുത്തിട്ടില്ല കേട്ടോ. ബൈക്ക് എടുത്ത സംഭവം ചിലപ്പോൾ ഒരാഴ്ച കൂടുതൽ കാണും, ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും. നല്ല കത്തി റേറ്റാണ് കേട്ടോ അവിടെ. കത്തി റേറ്റ് എന്ന് പറഞ്ഞാൽ കത്തി, അതായത് പാർക്കിംഗ് ഫീസ്. കഴിഞ്ഞ തവണ പാർക്കിംഗ് ഫീസ് ആയിട്ട് ഞാൻ അന്തം വിട്ടുപോയി. സംഭവം 9 ദിവസമായി. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയിൽ വന്നു പോകാൻ തന്നെ 400 രൂപ ആകത്തുള്ളൂ. എനിക്ക് അന്ന് 600 ചില്ലറയായി. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ബൈക്ക് വീട്ടിൽ വെച്ചിട്ട് നടന്നോ ബസ്സിലോ ഓട്ടോയിലോ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ചിട്ട് നടന്നു പോകണം കേട്ടോ. ദിവസം ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് ദൂരം അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഞാൻ അവിടെ നിന്ന് പിന്നെ ബസ്സിലല്ല വന്നത്, അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഇനി പോന്നു. സംഭവം ഇവിടെ ഒരു ഇത് എന്താണെന്നറിയില്ല, പവറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇതെന്ത് പവറോ കൊണ്ടാണ്, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ ആദ്യം ട്രിവാൻഡ്രത്തോണ്ടാണ് പോകുന്നത്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തിറങ്ങി നിൽക്കണം. അപ്പോൾ ഞാൻ തിരുവനന്തപുരം സെൻട്രൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ വന്ന ട്രെയിനാണ് ഇത്. 2 പേര് എവിടെ നിൽക്കുകയാണെന്ന് അറിയാൻ വയ്യ. ഈ ഏരിയയിൽ എവിടെ ഉണ്ട്, കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് എന്തോ ജാഥയോ കാര്യങ്ങളോ ഉണ്ട്. നല്ല തിരക്കുണ്ട് റോഡിൽ. അവർ പോണ വഴിക്ക് എവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ചാടണം, ഇവിടെ നിന്ന് ചാടുന്നതാണ് ടാസ്ക്. അപ്പം അങ്ങനെ 2 എണ്ണത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവന്മാരെ ലൈവ് ഒന്നുമില്ല എടാ, എൻ്റെ ക്യാമറയ്ക്കകത്ത് പൊടി കയറിയടാ. ഞാനിപ്പോൾ ആശുപത്രിക്ക് മുമ്പിലെത്തി കേട്ടാ, സുലയും കുഞ്ഞിനെ കാണാനായിട്ട്. ഉച്ചിനെ കാണുന്നില്ല, ഉച്ചിനെ കാണുന്നില്ല. പനി പിടിച്ചില്ല മക്കളെ. കണ്ണു മതി പോണ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുവാണ്. ട്രെയിൻ എടുക്കാറായി. ഇനി അടുത്ത നമുക്ക് യാത്രാ വിശേഷങ്ങളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബാംഗ്ലൂർ ചെന്നിട്ട് കാണാം. ഓക്കെ. ഒരബദ്ധം പറ്റിയിട്ടാ. സംഭവം എന്ന് പറഞ്ഞാൽ
നമുക്ക് 7:20 7:20 മാവേലി എക്സ്പ്രസ്. സംഭവം അത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ആപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ നേരെ ചെന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് അതിൽ കിടന്ന ട്രെയിനിന്റെ ഏത് ട്രെയിനാണെന്ന് നോക്കില്ല, മംഗലൂരു ട്രിവാൻഡ്രം അത് നോക്കി. അത് കണ്ട ഉടനെ ചാടി അതിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമുക്ക് അനീഷ് എന്ന് പറഞ്ഞ പുള്ളി വരാൻ താമസിച്ചല്ലോ. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ പോകേണ്ട ട്രെയിൻ അതല്ല, നൈസായിട്ട് ട്രെയിനൊന്നും മാറി. നമ്മൾ മാവേലി എക്സ്പ്രസ്സിന് കയറാനുള്ള ഒരു പകരം മലബാറിൽ ചെന്ന് കയറി സീറ്റൊക്കെ പിടിച്ചെല്ലാം സെറ്റായിരുന്നു. പിന്നെ അന്ന് ചാടി ഇറങ്ങി നമ്മൾ പിന്നെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു നമുക്ക് മാവേലി എക്സ്പ്രസ് ആണ്. ഇപ്പൊ അതിൽ കയറി സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ വീണ്ടും ആ നേരത്തെ പറഞ്ഞ ഇൻട്രോ ഒന്നുകൂടെ പറയണേട്ടാ. ഇനി നമുക്ക് അടുത്ത യാത്ര ഇതാണ്, വീണ്ടും തുടങ്ങണം. ഇനി നമുക്ക് യാത്രാ കാഴ്ചകൾ ഉടനെ കാണാം, ബാക്കി ചെന്നിട്ടുള്ള കാഴ്ചകൾ. ഓക്കെ, തുടങ്ങിയില്ലേ അതൊന്ന് ഔക്കട്ടു. സിനിമാറ്റിക്കില് പോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? ഡബറ് പോലെ ചാത്തിയാണോ? ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, ഒരു മടക്ക്. അതെ, പൊറോട്ട ഒരിക്കലും നുള്ളി പിന്നെ വെക്കരുത്. കുഴപ്പമില്ലടാ. അതല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. സ്ഥലം പിടിക്കാൻ വണ്ടി എടുത്തു ഡ്രസ്സും ഗോൾഡ് ഇവിടെ കണ്ടാണ് ലോക്കായി.
തിരിഞ്ഞു നോക്കാൻ നടന്നു. സമയം ഇപ്പോൾ 7:50. 7:50 നമ്മൾ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഉടുപ്പിക്ക് ബസ്സിലാണ് പോകുന്നത്. ഒരുത്ത എൻ്റെ കൂടെ വന്നിട്ട് നീ എന്തിനു ചെയ്യും വാങ്ങിട്ട്. അപ്പോൾ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവർ മുമ്പിലോട്ട് പോയിട്ട്. അപ്പോൾ ഇനി ബസ് കണ്ടുപിടിക്കണം. എവിടെയാണെന്ന് അറിഞ്ഞൂടാ ബസ് സ്റ്റാൻഡ്. നമ്മളിവിടെ ആദ്യമായിട്ടാണ്. നീ ആദ്യമായിട്ടല്ലേടാ? ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നേരത്തെ എത്തണം. നേരത്തെ എത്തിയാൽ ഇന്ന് തന്നെ നമുക്ക് പ്രാക്ടീസിന് കയറാം. അപ്പോൾ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിക്കട്ടെ. അതിനു മുമ്പ് ഫുഡ് കഴിക്കണം. പട്ടിക്കുട്ടന്മാരൊക്കെ രാവിലെ എണീച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവർ അപകടകാരികളൊന്നും അല്ല കേട്ടോ, പാവങ്ങളാണേ. ബസ് സ്റ്റാൻഡ് അറിയാതെ ഇങ്ങനെ തേരാപാര നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ മണിപ്പാൽ ഉടുപ്പി, നമുക്ക് മണിപ്പാലിൽ പോവാം. കോൺട്രേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഉടുപ്പിയിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സിൽ കയറിയിട്ടുണ്ട്. ഉടുപ്പി. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പിടിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് ഇറങ്ങേണ്ടത് ഒന്നും അറിഞ്ഞൂടാ. കയറിയിരിക്കുകയാണ്. ഉടുപ്പി ബോർഡ് കണ്ട് കയറിയിരിക്കുകയാണ്. ഉടുപ്പിക്ക് തന്നെ പോലും കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. വരുന്നിടത്ത് വെച്ച് കാണാം. ഈ വണ്ടിയാണെന്നൊരു സംശയമുണ്ട് കേട്ടോ. അത് തന്നെ. അപ്പോൾ ഇത് തന്നെ വണ്ടി. ഹലോ ജിത്തു. ഓക്കെ, നമ്മൾ സാധനങ്ങൾ ഡിക്കിൽ കയറ്റട്ടെ. എവിടെ കണക്ഷൻ ഉണ്ട്. ഓക്കെ, കേരള പോലെ ഉണ്ടല്ലേ. ഈ വീട്ടിലാണ് നമ്മൾ തങ്ങുന്നത് കേട്ടോ. നമുക്കിവിടെയാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്പോട്ടിലെത്തിരിക്കുകയാണ് ഗൈസ്. ഇതാരാണ് വരുന്നതെന്ന് നോക്കൂ സുഹൃത്തുക്കളെ. വെൽക്കം ഹോം. എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ മുഖത്ത്. താടി വെട്ടിയല്ലേ? ഞാനും അനീഷും കൂടെ മറ്റോ 2 പേരും അപ്പുറത്ത്. ബഡീരെ വിവരമൊന്നുമില്ല കേട്ടാ. പുള്ളിയെ വിളിച്ചിട്ടൊന്നുമില്ല. ചോറാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലുള്ള ചോറേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അധികമല്ല കുറവുമല്ല. ഓക്കെ, ചോറുണ്ട്. മീൻ കറിയുണ്ട്. എന്താണ് ഒരു മെഴുക്ക് വരട്ടിയാണ്. മെഴുക്ക് വരട്ടിയുണ്ട് അല്ലേ? എന്താ സംഭവം? ചമ്മന്തി അല്ല, അച്ചാറുണ്ട്. പഴംപൊരി. നല്ല കാണിച്ചത് റവ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അവിടെ റവ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഓക്കെ, പരിപ്പില്ലേ? പരിപ്പുണ്ടായിരുന്നു ഇക്കടാ. അപ്പോൾ ഓക്കെ, പിന്നെ കൂടെ മീനാണ് മെയിൻ അല്ലേ? നമ്മളിപ്പോൾ ഫൈറ്റ് കൊറിയോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ജിമ്മിലേക്ക് പോവുകയാണ്. ഒരു ജിമ്മിനകത്ത് വെച്ചിട്ടാണ്
നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂവിയുടെ തന്നെ ഹീറോ ഷൈൻ ഷെട്ടിയുടെ കൂടെയാണ് കേട്ടോ. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സാറാണ്. അപ്പോൾ പുള്ളിയുടെ BMW കാറിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കേട്ടോ, ഈ ബിൽഡിങ്ങിലാണ് ജിമ്മ് വരുന്നത്. 1, 2, 3-ാമത്തെ ഫ്ലോറിലോ 4-ാമത്തേലോ ആണ് ജിമ്മ്. 3-ലോ 4-ലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിനി അകത്ത് ട്രെയിനിങ് ആണ്, അവിടെ വീഡിയോ അലോഡല്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണേ. You're into fights or